He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priests, so he was afraid to go home. അപ്പോൾ അവന് ആ രാത്രിയിൽ അവിടുന്ന് ആ ഒരു ടെമ്പിളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, അതേപോലെ പേടിയുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ, ഫാദർ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവിടെ പ്രീസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, വീട്ടിലേക്ക് പോകാൻ ഒരു പേടി ഉണ്ടാവില്ല, എന്തെങ്കിലും ചെയ്താലോ ഫാദർ അടിക്കുമോ എന്നുള്ളൊരു ഭയം അവനക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, all at once he remembered that at the next village 12 miles away there was a very big temple. അവന് കേട്ടിട്ടുണ്ടായിരുന്നു അടുത്ത വില്ലേജിൽ, തൊട്ടടുത്തൊരു ഗ്രാമത്തിൽ ഒരു വലിയൊരു ടെമ്പിളുണ്ട്. അവന് വീട്ടിലേക്ക് പോകാൻ പേടിയായിരുന്നു. കാരണം ഇനി അച്ഛനെങ്ങാനും ഫാദറെങ്ങാനും അടിച്ചാലോ ചീത്ത പറഞ്ഞാലോ എന്നുള്ള ആ ഒരു പേടി ഉള്ളിലുണ്ടായിരുന്നു, കാരണം പ്രീസ്റ്റിനെ ധിക്കരിച്ചതിന്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, അടുത്ത ഗ്രാമത്തിലൊരു ടെമ്പിൾ ഉണ്ട്, അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. He had heard there were several priests at that temple and he made up his mind to go to them and ask them to take him for their acolyte. അവൻ കേട്ടിട്ടുണ്ട് ആ ഒരു വലിയൊരു ടെമ്പിൾ ഒരുപാട് പ്രീസ്റ്റുകളുണ്ട്, അതുകൊണ്ട് തന്നെ അവരോട് ആവശ്യപ്പെടാം തന്നെ അവരുടെ acolyte ആയിട്ട് നിർത്തണമെന്ന് ആവശ്യപ്പെടാം എന്നുള്ള ഒരു മൈൻഡിലാണ് അവൻ അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. Now that big temple was closed up, but the boy did not know this fact. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആ ഒരു വലിയൊരു ടെമ്പിൾ ഇപ്പോൾ ക്ലോസ് ചെയ്ത് കിടക്കുകയാണ്, വെച്ചാൽ അടച്ച് കിടക്കുകയാണ്. പക്ഷെ അത് ആരറിയില്ല, ഈ ഒരു ബോയ് അറിയില്ല. The reason it had been closed up was that a goblin had frightened the priests away and had taken possession of the place. എന്താ കാരണം, ആ ഒരു ടെമ്പിൾ അടച്ചിടാനുള്ളൊരു കാരണം ഗോബ്ലിനാണ്. ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ഭൂതം എന്നൊക്കെ പറയില്ല, അതാണ് ഗോബ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗോബ്ലിൻ കാരണമാണ് ഈ ഗോബ്ലിൻ പ്രീസ്റ്റുകളെ പുരോഹിതന്മാരെ പേടിപ്പിച്ച് അവിടുന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ടെമ്പിൾ, ഈ ഒരു ബിഗ് ടെമ്പിൾ ഇപ്പോൾ ഗോബ്ലിൻ്റെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഗോബ്ലിൻ പ്ലേസ് ആയിരിക്കുകയാണ് ഇപ്പോൾ അത്. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. പക്ഷെ കുറച്ച് വാരിയേഴ്സ്, നല്ല ബ്രേവ് ആയിട്ട് നല്ല ധൈര്യമുള്ള വാരിയേഴ്സ് ഈ ഒരു ടെമ്പിളിൽ ഈ ഒരു ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോയിരുന്നു. പക്ഷെ അവരാരും പിന്നെ തിരിച്ചു വന്നില്ല, ജീവനോടെ വന്നിട്ടില്ല. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. പക്ഷെ ആരും തന്നെ ഈ ഒരു കുട്ടിയോട് ഈ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവനറിയില്ല ആ ഒരു ടെമ്പിളിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവനറിയില്ല. അതുകൊണ്ട് അവനിപ്പോഴും അങ്ങോട്ട് പോകുന്ന ആ ഒരു അവസ്ഥ അവൻ പോകുകയാണ്, ആ ഒരു ടെമ്പിളിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. When he got to the village, it was already dark and all the people were in bed, but he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കിടന്നു. രാത്രിയിലാണ് ഇവൻ പോകുന്നത്, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ആ ഒരു സ്ട്രീറ്റിൻ്റെ ഏറ്റവും എൻഡിൽ നിന്നിട്ട് അവന് ഒരു ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഇവിടുന്ന് ഈ ഒരു ടെമ്പിളിൽ നിന്ന് ഒരു വെളിച്ചം കാണുന്നുണ്ട്. People who tell the story say the goblin used it to make that light in order to tempt lonely travelers to ask for shelter. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് ആ ഒരു വെളിച്ചം ഈ ഗോബ്ലിൻ ഉണ്ടാക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ട്രാവലേഴ്സ് ഉണ്ടാകുമല്ലേ, ഈ ട്രാവലേഴ്സ് ഒറ്റയ്ക്ക് വരുന്ന ട്രാവലേഴ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ലൈറ്റ് അവിടെ ഈ ഗോബ്ലിൻ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഈ വെളിച്ചം കാണുമ്പോൾ ആളുകൾ എന്ന് വിചാരിക്കും അവിടെ ഒരു ആൾതാമസമുള്ള ഒരു സ്ഥലമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാം എന്നുള്ളതിൽ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗോബ്ലിൻ ഇങ്ങനെ ഒരു ലൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. The boy went at once to the temple and knocked. There was no sound inside. അങ്ങനെ എന്ത് ചെയ്തു, ബോയ് ആ ഒരു ടെമ്പിളിലെത്തി. അവൻ എന്ത് ചെയ്തു, ആ കതകിലൊന്ന് മുട്ടി നോക്കി. ബട്ട് നോ സൗണ്ട് ഇൻസൈഡ്. ഉള്ളിൽ നിന്നൊരു സൗണ്ട് ഉണ്ടായില്ല, ഒരു ശബ്ദം ഉണ്ടായില്ല. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ ബട്ട് സ്റ്റിൽ നോബഡി കെയിം. അവൻ വീണ്ടും മുട്ടി, പക്ഷെ ആരും വന്നില്ല.
At last he pushed gently at the door and was quite glad to find that it had not been fastened. So he went in and saw a lamp burning but no priest. അങ്ങനെ ലാസ്റ്റ് അവൻ എന്ത് ചെയ്തു, മുട്ടിയിട്ടൊന്നും തുറക്കുന്ന കാണുന്നില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് തള്ളി നോക്കി, ആ വാതിലൊന്ന് തള്ളി നോക്കിയപ്പോൾ അത് തുറന്ന് കിടക്കുകയാണ്, ഓപ്പൺ ആയി ഇരിക്കുകയാണ്, ലോക്കല്ല. അപ്പോൾ അവനൊരു ആശ്വാസമായി, തുറന്ന് കിടക്കുകയാണല്ലോ എന്നുള്ളതിൽ അവന് അകത്തേക്ക് കയറി. അവനെന്താണ് അകത്ത് കണ്ടത്? പ്രീസ്റ്റിനെ ഒന്നും കണ്ടില്ല, പക്ഷേ ഒരു ലാമ്പ് കത്തി നിൽക്കുന്നുണ്ട്, ഒരു വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നത് മാത്രമാണ് അവനവിടെ കണ്ടത്. He thought some priest would be sure to come very soon and he sat down and waited. അവൻ അവിടെ ഇരുന്നു, ആ ഒരു ടെമ്പിളിൽ ഇരുന്നു. അവൻ വിചാരിക്കണം അപ്പോൾ ആരെങ്കിലുമൊക്കെ വരും, ഏതെങ്കിലും പ്രീസ്റ്റ് ഇപ്പോൾ വരും എന്നുള്ള രീതിയിൽ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. അവൻ ഇരുന്ന് അവരെ പ്രീസ്റ്റിനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചുറ്റും നോക്കിയപ്പോൾ ഫുള്ള് മാറാല, കോബ്വബ്സ് തന്നെ ചിലന്തി വല, ഫുള്ള് മാറാല കെട്ടി കിടക്കുകയാണ്, ഡസ്റ്റ് പൊടിയും മാറാലയൊക്കെ പിടിച്ച് കിടക്കുകയാണ് ആ ഒരു ടെമ്പിൾ. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. അപ്പോൾ അവന് ഒരു കാര്യം ഉറപ്പായി, ഈ ഒരു പ്രീസ്റ്റിന് ഈ ഒരു സ്ഥലം, ഈ ഒരു ടെമ്പിൾ ക്ലീൻ ചെയ്യാനും വൃത്തിയായി സൂക്ഷിക്കാൻ എന്തായാലും ഒരു അക്ലേറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റുന്നുള്ളൊരു ഉദ്ദേശമായി അവന്. He wondered why they had allowed everything to get so dusty. What most pleased him, however, some big white screens good to paint cats upon. അങ്ങനെ ആലോചിക്കുകയാണ്, എന്താണ് ഈ ഒരു പ്ലേസ്, ഈ ഒരു ടെമ്പിൾ ഇങ്ങനെ വൃത്തികേടാവാനുള്ള കാരണം? ഇവിടെ ആരും ക്ലീൻ ചെയ്യാറൊന്നുമില്ലേ, എന്താ ഇത്രയും തോനെ മാറാലൊക്കെ പിടിച്ച് കിടക്കുന്നത്, പൊടി പിടിച്ച് കിടക്കുന്നത് ചിന്തിക്കുക. പിന്നെ അവൻ ആകെയുള്ളൊരു ആശ്വാസം കണ്ടത് അവിടെ നല്ല വൈറ്റ് സ്ക്രീൻസ് ഉണ്ടായിരുന്നു, വെള്ള ചുമരുകളുണ്ടായിരുന്നു അവന് കാറ്റ്സിൻ്റെ പിക്ചർ വരയ്ക്കാനുള്ളത്. Though he was tired, he looked at once for a writing box and found one and ground some ink ആൻഡ് ബിഗാൻ ടു പെയിൻറ്റ് കിറ്റ്സ്. അവൻ എന്ത് ചെയ്തു, അവൻ്റെ റൈറ്റിംഗ് ബോക്സിൽ നിന്ന് കുറച്ച് ഇങ്കൊക്കെ എടുത്തിട്ട് ഒരു കാറ്റിൻ്റെ പിക്ചർ വരയ്ക്കാൻ തുടങ്ങി. He painted a great many cats upon the screens and then he began to feel very, very sleepy. He was just on the point of lying down to sleep beside one of the screens when he suddenly remembered the words, avoid large places, keep too small. അങ്ങനെ അവൻ എന്ത് ചെയ്തു, കാറ്റ്സുകൾ, പൂച്ചകളുടെ പിക്ചേഴ്സൊക്കെ വരച്ച്, അങ്ങനെ കുറേ പിക്ചേഴ്സൊക്കെ വരച്ചപ്പോൾ അവനെന്തോ ഉറക്കം വന്നപ്പോൾ അവന് ആ ഒരു സ്ക്രീനിൻ്റെ താഴെ തന്നെ കിടക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ആ പ്രീസ്റ്റ് അവിടെ നിന്ന് മറ്റേ ടെമ്പിളിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞ ഒരു കാര്യം അവന് ഓർമ്മ വന്നത്. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. ലാർജ് പ്ലേസസ് ഒഴിവാക്കുക, അതുപോലെ സ്മോൾ പ്ലേസ് കീപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു വേർഡ് ഓർമ്മ വന്നു. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്, ഹി വാസ് ഓൾ അലോൺ ആൻഡ് as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid and he resolved to look for a small place in which to sleep. പക്ഷെ അവന് അതിൻ്റെ അർത്ഥമൊന്നും അപ്പോൾ മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ആ ലാർജ് പ്ലേസ് ഒഴിവാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം, ആ ഒരു വാക്ക് അതെന്ത് ചെയ്തു, അത് ഓർത്തപ്പോൾ അവനക്കൊരു പേടി തോന്നി. അവൻ എന്ത് ചെയ്തു, റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി, ഇവിടെ എവിടെയെങ്കിലും ചെറിയൊരു പ്ലേസ് ഉണ്ടോ, എനിക്ക് കിടക്കാൻ പറ്റിയൊരു ചെറിയൊരു പ്ലേസ് ഉണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. He found a little cabinet with a sliding door and went into it and shut himself up. Then he lay down and fell fast asleep. അവൻ എന്ത് ചെയ്തു, അവിടെ ഒരു ക്യാബിനറ്റ് കണ്ടു. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡോറും ഇതൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഇതാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കിച്ചണിലൊക്കെ ഉണ്ടാവില്ലേ, അതിനെയാണ് ക്യാബിനറ്റ്. ഡോർ ഉണ്ടായി, സ്ലൈഡിങ് ഡോർസ് ഉണ്ടായിരിക്കും. അതിനാണ് ഒരു ക്യാബിനറ്റ് കാണാം, ഇതിലൂടെ സ്ലൈഡിങ് ഡോർസ് ഉണ്ട്. അപ്പോൾ ആ ക്യാബിനറ്റിനുള്ളിലേക്ക് അവൻ ഇരുന്നിട്ട് ആ ഡോർസ് അടയ്ക്കുകയാണ്, സ്ലൈഡിങ് ഡോർ അടയ്ക്കുകയാണ്. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്പ്. അവൻ അതിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ തന്നെ വേഗം ഉറങ്ങിപ്പോയി. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് he was awakened by a most terrible noise, a noise of fighting and screaming. അങ്ങനെ കുറേ ഉറങ്ങി വെച്ച് പാതിരായപ്പോൾ, ഒരു അർദ്ധരാത്രിയൊക്കെ ആയപ്പോൾ ഒരു ഭയാനകരമായൊരു സൗണ്ട് കേട്ടു. ടെറിബിൾ നോയ്സ്, എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീം. ഇതാണ് ഫൈറ്റിങ്ങിൻ്റെ അതേപോലെ അലറി, സ്ക്രീമിങ്, അലറി വിളിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ടാണ് കേൾക്കുന്നത്.
It was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for fright. അവനെന്താ ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് അവന് ഉറക്കത്തിൽ നിന്ന് എണീറ്റത്. പക്ഷെ അവന് ആ ഒരു ഡോറിന്, ആ ക്യാബിനറ്റിൻ്റെ ഡോറിന് ചിങ്കുണ്ട്. ചിങ്ക് പറഞ്ഞാൽ വിള്ളൽ. ആ ഒരു വിള്ളലിലൂടെ ആ പുറത്തേക്ക് നോക്കാം, എന്താണ് ആ സൗണ്ട് എന്നുള്ളത് നോക്കാൻ പോലും അവന് പേടിയായി. അവന് ശ്വാസം എടുക്കാൻ പോലും പേടിയായി. The light that had been in the temple went out, but the awful sounds continued and became more awful, and all the temple shook. അങ്ങനെ ആ ഒരു ടെമ്പിളിൽ കത്തിയിട്ടുണ്ടായിരുന്ന ആ വെളിച്ചമുള്ള അതും കെട്ടുപോയി. അതും ഇപ്പോഴില്ല, പക്ഷേ ആ ഒരു സൗണ്ട് ഇപ്പോഴും കേൾക്കാനുണ്ട്. ആൻഡ് became more awful and all the temple shook. ആ ഒരു സൗണ്ട് കൊണ്ട് ആ ടെമ്പിൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, കുലുങ്ങുന്നുണ്ട്. After a long time silence came, but the boy was still afraid to move. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. അപ്പോൾ ആ ഒരു ചിങ്സ്, ആ ഒരു വിള്ളലിൻ്റെ ഉള്ളിൽ കൂടെ, ഡോറിൻ്റെ ക്യാബിനറ്റിൻ്റെ ഡോറിൻ്റെ ഉള്ളിലൂടെയുള്ള ആ വിള്ളലിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ്, ചില മോർണിംഗ് ആയി, നേരം വെളുത്തു എന്ന സൂചകമായ ആ ലൈറ്റ് വരുന്നത് വരെ അവന് പുറത്തിറങ്ങിയില്ല. Then he got out of his hiding place very cautiously and looked about. അങ്ങനെ അവൻ എന്ത് ചെയ്തു, നേരം വെളിച്ചമായി എന്നുള്ള ആ ഒരു പ്രകാശം കണ്ടപ്പോൾ, ആ ഒരു വെളിച്ചം കണ്ടപ്പോൾ അവന് പതുക്കെ ആ ക്യാബിനറ്റിൻ്റെ ഡോർ തുറന്ന് ചുറ്റും നോക്കി. The first thing he saw was that all the floor of the temple was covered with blood. അപ്പോൾ ഫസ്റ്റ് അവന് കണ്ട എന്താണ്, ആ ഒരു ടെമ്പിളിൽ മൊത്തം, ആ ഒരു ഫ്ലോറിൽ, നിലത്ത് മൊത്തം ബ്ലഡാണ് അവന് കണ്ടത്. ചോര ഇങ്ങനെ ചിതറി കിടക്കുന്നതാണ് കണ്ടത്. ആൻഡ് ദെൻ ഹീ സോ ലൈൻ റെഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ് an enormous monstrous rat, a goblin rat bigger than a cow. അവൻ എന്താണ് കണ്ടത്, അവിടെ ഒരു റാറ്റ്, ഒരു ഗോബ്ലിൻ റാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗോബ്ലിൻ ഉണ്ട് അവിടെ എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഭയാനകരമായിട്ടുള്ള ഒരു റാറ്റ് അതവിടെ ചത്ത് കിടക്കുന്നുണ്ട്. ഒരു കൗവിനേക്കാളും ഉണ്ട്, അത് പശുവിനേക്കാളും വലിപ്പം തോന്നിക്കുന്ന ഒരു റാറ്റ്. ബട്ട് who or what could have killed it? There was no man or other creature to be seen. ആരാണ് ഇതിനെ കൊന്നത്? ഇവിടെ ആരും കാണുന്നില്ലല്ലോ, ആളുകളെയോ ആരും കാണുന്നില്ല, ഒരു മനുഷ്യന്മാരില്ല അവിടെ. എന്നിട്ട് ആരാണ് ഇതിനെ കൊന്നത്? Suddenly the boy observed that the mouths of all the cats he had drawn the night before were red and wet with blood. പക്ഷെ അവനൊരു കാര്യം കണ്ടു, ഒരു കാഴ്ച കണ്ടു. എന്താണ്, അവന് ആ രാത്രിയിൽ വരച്ച ആ ഒരു പൂച്ചകളുടെ ആ ഒരു പിക്ചറിലൊക്കെ ആ ചുണ്ടിൻ്റെ അവിടെ എന്തുണ്ട്, ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡ് ഇപ്പോഴും നനഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഉണങ്ങിയിട്ടില്ല. Then he knew that the goblin had been killed by the cats which he had drawn. അപ്പോൾ അവന് മനസ്സിലായി എന്താണ്, ആ ഗോബ്ലിനെ കൊന്നത് താൻ വരച്ച പൂച്ചകളാണെന്നുള്ളത് അവന് മനസ്സിലായി. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep to small. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ആ ഒരു ഓൾഡ് പ്രീസ്റ്റ് പറഞ്ഞ ആ ഒരു അഡ്വൈസ് എന്താണ്, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ എന്നുള്ള അതിൻ്റെ ഒരു മീനിങ് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ആഫ്റ്റർവേർഡ് ദാറ്റ് ബോയ് ബിക്കെയിം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. സം ഓഫ് ദി കാറ്റ്സ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഒരു ബോയ് എന്തായി, അറിയപ്പെടുന്ന ഒരു ഫേമസ് ആർട്ടിസ്റ്റായി ജപ്പാനിൽ പലയിടങ്ങളിലും ഇദ്ദേഹം വരച്ച ഈ ബോയ് വരച്ച പൂച്ചകളുടെ ചിത്രം ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മളുടെ സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. സ്റ്റോറി സിമ്പിൾ സ്റ്റോറിയാണ്, സിമ്പിൾ വേർഡ്സാണ് ഈ സ്റ്റോറിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്.